സാറിന് ഈ ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് അറിയേണ്ടത്. കഴിഞ്ഞ ദിവസം കമ്പനിയുടെ സിഇഒയുടെ ഭാഗത്ത് നിന്ന് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു യൂണിയൻ ബഡ്ജറ്റിൽ വലിയ രീതിയിലുള്ള ഒരു ഇൻസെൻറ്റീവ്സ് ഉണ്ടാകണമെന്ന രീതിയിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ അവർ ഉണ്ട് എന്ന രീതിയിലുള്ള ഒരു വാർത്തകളൊക്കെ വന്നിരുന്നു. അതായത് PME ഡ്രൈവ് സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് PV ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ EV സെഗ്മെൻറ്റ്സിനൊക്കെ ഒരു സപ്പോർട്ട് നൽകണമെന്ന രീതിയിലുള്ള ഒരു കമൻ്റാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണുള്ളത്? അൺഫോർച്ചുനേറ്റ്ലി ടാറ്റ മോട്ടോർ പാസഞ്ചർ വെഹിക്കിളിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിലെ ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ബട്ട് ഈ സ്റ്റോക്കിന് വളരെ മേജർ ഒരു സപ്പോർട്ട് 334 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കുകയാണെങ്കിൽ 362, ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കുകയാണെങ്കിൽ 410 റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം.